തലശ്ശേരിയിൽ കനത്തു പെയ്ത വേനൽ മഴയിൽ വെള്ളം ഗതിമാറി കടകളിലെത്തിയതോടെ കൊടുവള്ളി പഴയപാലം റോഡിൽ കനത്ത നാശനഷ്ടം. മണ്ണും മരത്തടികളും മാലിന്യങ്ങളും അടിഞ്ഞ് പൊതു ഓവുചാൽ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് വെള്ളം ഗതിമാറി സമീപത്തെ വീടിലും കടകളിലും ഒഴുകിയെത്തിയത്. കഴിഞ്ഞ രാത്രി കനത്തു പെയ്ത വേനൽ മഴയിലാണ് സംഭവം. കൊടുവള്ളി ആമൂക്കപ്പള്ളി പഴയപാലം റോഡരികിലാകെ കനത്ത നാശനഷ്ടമുണ്ടായി. ജമീല ഫയർവർക്സ്, തൊട്ടടുത്ത സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ, ഷസ്പേഡ് സൂപ്പർ മാർക്കറ്റ് എന്നിവയ്ക്കും കെ ലീലയുടെ വീടിനുമാണ് കൂടുതൽ നഷ്ടം നേരിട്ടത്. കടയിൽ സ്റ്റോക്ക് ചെയ്ത പടക്കങ്ങൾ ആകെ നനഞ്ഞു കുതിർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലായെന്ന് ഉടമ റിയാസ് പറഞ്ഞു. ഇന്നലെ രാത്രിയത്തെ മഴയത്താണ് ഇങ്ങനെ ഒരു വെള്ളം നമ്മുടെ പുതിയ ഷോപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് വെള്ളം നമ്മുടെ ഷോപ്പിലേക്കും തൊട്ടടുത്ത ഡ്രൈവിംഗ് സ്കൂളിലേക്കും അതിലെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്കും അതിലേക്കും പോയത്. നമ്മൾ 3 ദിവസം ലീവായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, 3 ദിവസം തുറന്നിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിന്റെ ചെറിയ ഓർഡറിന്റെ ഇലക്ഷനോട് അനുബന്ധിച്ചിട്ട് ഓർഡറിന് പ്രകാരം നമ്മൾ ഇന്ന് 3 ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുറന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. കണ്ടമാനം വെള്ളം നമ്മുടെ ഷോപ്പിനുള്ളിൽ കയറ്റി നമുക്ക് കണ്ടമാനം നഷ്ടമുണ്ട്. നഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ രാത്രിയത്തെ മഴയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് സ്കൂളിലെ ഫർണിച്ചറുകൾ, TV, കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നനഞ്ഞു കേടായതായി ഉടമ വിനീതും പരാതിപ്പെട്ടു. ഇതിപ്പോൾ വെള്ളം കയറിയിട്ട് നമ്മളെ ടേബിൾ ഒട്ടാകെ നശിച്ച് കിടക്കുന്നതാണ്. എല്ലാം പ്ലൈവുഡിൻ്റെ കേബിളാണ്. പിന്നെ ഷീറ്റും കാര്യങ്ങളും, പിന്നെ വയറിങ്, വൈഫൈ ഒക്കെ താഴത്തായിരുന്നുണ്ടായിരുന്നു. വൈഫൈൻ്റെ മോഡ് അടിച്ചു പോയി. ഇനിയിപ്പോൾ മൊത്തത്തിൽ നോക്കണം ഇനി എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞാൽ അറിയില്ല. അതേപോലെ ചുമരെല്ലാം വെള്ളം കുടിച്ചിട്ടുള്ളത്. പഴയ ബിൽഡിങ്ങാണ്, വീഴോ ഇല്ലയോ എന്നറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നോക്കേണ്ടി വരും. എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ നോക്കിയിട്ടേ പറയാൻ പറ്റും. വെച്ചാൽ ചുമരൊക്കെ പഴയ ചുമരാണ്. പിന്നെ അതൊക്കെ വെള്ളം കയറിയിട്ട് എന്താവും അറിയില്ല. ഫയലുകൾ കുറേ നശിച്ചിട്ടുണ്ട് വെള്ളം കയറിയിട്ട്. കമ്പ്യൂട്ടർ മേലെയാണ്ടൊന്നും പറ്റിയില്ല. ഷഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ നശിച്ചത് കാരണം ഇവിടെ ഏതാണ്ട് 15,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായി. ലീലയുടെ വീടിനകത്തും വെള്ളം കയറി. പഴയപാലം റോഡിലുള്ള ഡ്രൈനേജ് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തി ചുറ്റുമതിൽ കെട്ടിയ സ്ഥലത്തിലൂടെ കടന്നാണ് അഞ്ചരക്കണ്ടി പുഴയിലേക്ക് ചേരുന്നത്. ഇവിടെയാണ് മണ്ണും മരത്തടികളും വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടത്. വിവരമറിഞ്ഞ് ഇവിടുത്തെ വാർഡ് പ്രതിനിധി കെ അഷ്റഫും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം സുനിൽ, KM മുനീർ എന്നിവരും സ്ഥലത്തെത്തി. ഓവുചാലിലെ തടസ്സം ഉടൻ നീക്കാമെന്ന് സ്ഥലമുടമയെ അറിയിച്ചതായി തലശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അഷ്റഫ് പറഞ്ഞു. നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നികത്താൻ വേണ്ടിയിട്ട് പറമ്പിൻ്റെ ഉടമസ്ഥരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീർക്കാമെന്ന് അദ്ദേഹം വാക്ക് വന്നിട്ടുണ്ട്. അതെ, അല്ലാത്ത പക്ഷം നമ്മൾ നേരിട്ട് മുന്നോട്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.